പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. പഞ്ചാബി ഹൗസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സിനിമയുടെ പേരാണ് പഞ്ചാബി ഹൗസ്. നമ്മുടെ ഹരിശ്രീ അശോകനെല്ലാം അഭിനയിച്ച വളരെ പോപ്പുലറായ ഒരു ഹിറ്റ് ഫിലിം. ഈ സിനിമയ്ക്കിട്ട പേര് തന്നെ ആ സിനിമ പോപ്പുലറായതിനു ശേഷം ഹരിശ്രീ അശോകന് ധാരാളം സിനിമകൾ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ഫിലിമിൽ ഒന്നായി തന്നെ ഇന്നും പഞ്ചാബി ഹൗസ് കണക്കാക്കുന്നു. കൊച്ചിൻ ഹനീഫയും ഈ ഹരിശ്രീ അശോകനും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് കിട്ടിയ ആ പോപ്പുലാരിറ്റി അദ്ദേഹം തൻ്റെ ഒരു പുതിയ വീട് വെച്ചപ്പോൾ ആ വീടിനും ആ പേര് തന്നെ ഇട്ടു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് പഞ്ചാബി ഹൗസാണ്. ഈ വീട് ഇപ്പോൾ വളരെ വാർത്താ പ്രാധാന്യമുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു കേസും അനുബന്ധമായി വന്ന ഒരു വിധിയുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നിങ്ങൾക്കും ഇതുപോലുള്ള കേസുകൾ കൊടുക്കുന്നതിന് ഒരു പ്രചോദനമാകും എന്നുള്ളത് കൊണ്ടാണ് ഒരു എപ്പിസോഡായി തന്നെ അത് ചെയ്യുന്നത്. ഈ ഹരിശ്രീ അശോകന് ഈ പഞ്ചാബി ഹൗസ് എന്ന തൻ്റെ വീടിൻ്റെ പേരിൽ ഇപ്പോൾ 17.83 ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ്. ഈ രൂപ കൊടുത്തത് കൊച്ചിയിലെ എറണാകുളം ജില്ലാ കൺസ്യൂമർ കോർട്ടാണ്, ഉപഭോക്തൃ കോടതിയാണ് ഹരിശ്രീ അശോകന് ഈ വീടുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന നഷ്ടപരിഹാരം 17.83 ലക്ഷം. ഇത് മാത്രമല്ല, കുറച്ച് കൂടുതൽ വേറെയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ അവസാനം പറയാം. കാര്യം പറയാം. ആദ്യം ഈ പഞ്ചാബി ഹൗസിന് അടുത്ത കാലത്ത് ഇദ്ദേഹം ടൈൽസ് ഇട്ടിരുന്നു. ടൈൽസ് ഇട്ടത് 2 കമ്പനികളുടെ ഈ ഇതോടുകൂടി പിന്നെ അവർ കൊടുത്ത കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടതാണ്. ടൈൽസ് ആണ് ഇട്ടത്. ടൈൽസ് ഇട്ട് കഴിഞ്ഞെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ടൈൽസ് എല്ലാം നിറം മങ്ങാനും ഇളകിപ്പോകാനും ഒക്കെ തുടങ്ങി. സ്വാഭാവികമായിട്ടും ചില ആളുകളെങ്കിലും ഇതിൽ ഇടപെടും. കാരണം ചെറിയ പൈസയൊന്നും അല്ല ഈ ഹരിശ്രീ അശോകൻ ഈ ടൈൽസ് ഇടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. നഷ്ടപരിഹാരം തന്നെ 17.83 ലക്ഷം വരുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം അത് എത്ര ഗംഭീരമായിട്ടാണ് ആ ടൈൽസ് പാകിയിരിക്കുന്നത് എന്ന്. അപ്പോൾ അശോകൻ ഈ നിറം മങ്ങാനും ഇത് ഇളകിപ്പോകാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഈ കമ്പനിക്ക് അശോകനെ വിളിക്കുന്നു. അശോകൻ പറയുന്നു. പക്ഷേ അവർ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. സ്വാഭാവികം, കമ്പനി മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയാണ് ആദ്യം ചെയ്യുന്നത്. നിവർത്തി കേടുണ്ടെങ്കിൽ മാത്രമേ കോമ്പൻസേഷൻ കൊടുക്കൂ. പക്ഷേ ഈ കമ്പനി ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. PK ടൈൽസ് സെൻട്രൽ എന്നും കേരള ALG വേർഡ്സ് എന്നും പറയുന്ന 2 കമ്പനിയാണ് ഇതിനകത്തുള്ളത്. AGL വേർഡ്സ്. ഈ 2 കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തർക്കം വന്നത്. അശോകൻ വിട്ടില്ല. അശോകൻ ഈ കൊച്ചിയിലെ ഉപഭോക്തൃ കോടതി കൺസ്യൂമർ കോർട്ട് ഡിസ്ട്രിക്റ്റിൽ അപേക്ഷ കൊടുത്തു. തുടർന്ന് വാദമുഖങ്ങളെല്ലാം വന്നു. അശോകന് കൃത്യമായും കാര്യങ്ങൾ കൊടുക്കേണ്ട രേഖകളെല്ലാം കൊടുത്തു. പക്ഷേ ഇവിടെ ഈ കമ്പനികൾ ചെയ്ത ഒരു ചതി എന്ന് പറഞ്ഞാൽ അവർ ഈ ഇൻവോയ്സും അതേപോലെ വാറണ്ടി രേഖകളും പലവട്ടം ചോദിച്ചെങ്കിലും കൊടുത്തിരുന്നില്ല. ഇതും ഈ കമ്പനിക്കെതിരായി വന്ന മൈനസായി വന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി കോടതി പരിഗണിച്ചിട്ട് കോടതി ഒരു കൺക്ലൂഷനിൽ എത്തി. നഷ്ടപരിഹാരത്തിന് അശോകൻ യോഗ്യനാണ്. അഥവാ ഈ വീട്ടിൽ ടൈൽസ് പാകിയത് വഴി ഉണ്ടായ നഷ്ടത്തിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ഈ 2 കമ്പനികളും ബാധ്യസ്ഥരാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ തുക അനുവദിക്കുകയാണ് ചെയ്തത്. നഷ്ടം എന്നുള്ള രീതിയിൽ കോടതി തീരുമാനിച്ചത് 16,58,641 രൂപയാണ്. കൂടാതെ നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ 1 ലക്ഷം രൂപയും കോടതി അനുവദിച്ചു കൊടുത്തു. കോടതിയിൽ കേസ് കൊടുത്ത വകയിൽ അശോകന് ചിലവായ തുകയായ 25,000 രൂപയും നൽകാൻ കോടതി ഉത്തരവിട്ടു. 1 മാസത്തിനകം ഇത് കൊടുക്കണം എന്നും ഉത്തരവിൽ എടുത്തു പറഞ്ഞു. അങ്ങനെ അശോകനെ സംബന്ധിച്ചിടത്തോളം ഈ ടൈൽസ് പാകിയതിൻ്റെ പേരിലുണ്ടായ നഷ്ടം മുഴുവൻ കോടതി നികത്തിക്കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഓർക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഏത് തരത്തിലുള്ള നഷ്ടങ്ങൾ ഇതുപോലെ കമ്പനികളിൽ നിന്നും നമുക്ക് നേരിട്ടാൽ ഏത് തരത്തിലുള്ളതേ ആകട്ടെ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കണം. അത് സമീപിക്കുന്നതിനെക്കുറിച്ചൊരു പ്രത്യേക എപ്പിസോഡ് ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്തിരുന്നു. എങ്കിലും പല ആളുകളും വിശദമായി ചെയ്യണമെന്ന് പിന്നീട് ആവശ്യപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് ഇത് ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഓർക്കുക, അശോകൻ ചെയ്തത് നമുക്കും ചെയ്യാം. പഞ്ചാബി ഹൗസിന് കിട്ടിയ നഷ്ടപരിഹാരം
നഷ്ടപരിഹാരം നമുക്കും ലഭിക്കും. അത് ഏത് കാര്യങ്ങൾ ആയിരുന്നാലും, നമുക്ക് പെയിൻറ്റ് ചെയ്തതിൻ്റെ കാര്യത്തിലായാലോ, കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ആയാലോ, ഈ കമ്പനികളിൽ നിന്നും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായാലോ ഒക്കെ തന്നെ നമുക്ക് അവർക്കെതിരെ ലീഗലായി തന്നെ സ്റ്റെപ്പ് എടുക്കാം എന്ന് ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് വേണമെങ്കിൽ ആദ്യം ഒരു ലീഗൽ നോട്ടീസ്, ഒരു അഡ്വക്കേറ്റ് നോട്ടീസ് നിങ്ങൾ അയക്കുന്നതിൽ നിന്നും തുടങ്ങാം. അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് ആകും. അങ്ങനെ നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ എത്തി നിങ്ങളുടെ വാദഗതികൾ അവതരിപ്പിക്കാനും അതനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കാനും കഴിയും. നിങ്ങളുടെ കയ്യിൽ നിന്നും പോയത് തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ച് കിട്ടേണ്ടതാണ്. കാരണം അധ്വാനിക്കുന്ന വകയിലുള്ളതാണ് നമ്മുടെയൊക്കെ മുതൽ. കൈക്കൂലി വാങ്ങിയോ കള്ളപ്പണം ഉണ്ടാക്കിയോ ഉള്ളതൊന്നും അല്ല ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും കയ്യിലുള്ളത്. വിയർപ്പിൻ്റെ കാശാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു കൊള്ളക്കാരന് കൊണ്ടുപോകാനുള്ളത് അല്ല. അത് ആരായാലും, അത് ഒരു വ്യക്തിയായാലും അതുപോലൊരു സ്ഥാപനമായാലും അവർക്കൊന്നും തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നിങ്ങൾ നിന്നു കൊടുക്കരുത്. ചെറിയ തുകയായാലും, ഇതിപ്പം 16 ലക്ഷം എന്ന് പറയുന്ന വലിയൊരു തുകയാണ്. പക്ഷേ ചെറിയ തുകയാണെങ്കിൽ ചിലരൊക്കെ അങ്ങ് കളഞ്ഞേക്കും. അതൊരു സാരി വാങ്ങുന്ന കാര്യത്തിലായാലും, ഒരു ബൾബ് വാങ്ങുന്ന കാര്യത്തിലായാലും, ഒരു കാർപ്പറ്റ് വാങ്ങുന്ന കാര്യത്തിലായാലും നമ്മൾ ഇതൊക്കെ കണ്ണടച്ച് കളയും. അതാണ് ഈ കമ്പനികൾക്ക് പലപ്പോഴും ഇതിനെല്ലാം കൂടുതൽ ചെയ്യാൻ പ്രേരകമാകുന്നത്. ഒരാൾ പറ്റിക്കുമ്പോൾ അയാൾ അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കുമ്പോൾ കൂടുതൽ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കാൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് ചെറിയ വീഴ്ചകൾ പോലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അവർ ചെയ്യുന്ന ഏത് തരത്തിലുള്ള ഡാമേജ് നിങ്ങൾക്ക് വരുത്തിയാലും അതിൻ്റെ തുക നോക്കരുത്. പക്ഷേ അത് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പറയാം. അത് ഞാൻ ഒരു ടയർ വാങ്ങി. ഈ ടയർ വാങ്ങിയ വാഹനത്തിൻ്റെ ടയറാണ് വാങ്ങിയപ്പോൾ നല്ല രാവിലെ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ എനിക്ക് വേണ്ടി വന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ ചെറിയ പ്രോബ്ലമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബില്ല് തരാൻ പറ്റില്ല, ഞങ്ങൾ നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം, പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യാനും സമയമില്ലാത്തതുകൊണ്ട് ഓക്കെ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ കൊടുക്കുകയും പോവുകയും ചെയ്തു. പക്ഷേ ഒരാഴ്ചയായിട്ടും ഇതുവരെയും അവർ എനിക്ക് വാട്സാപ്പിൽ ആ ബില്ല് എനിക്ക് തന്നിട്ടില്ല. ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ MRF പോലുള്ള ഒരു വലിയ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചിലാണ് എനിക്ക് ഈ അനുഭവം നേരിട്ടത്. ഇപ്പോൾ അത് ഞാൻ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. കാരണം അല്പം വെയിറ്റ് ചെയ്തത് എനിക്ക് മറ്റ് ചില കാര്യങ്ങളുമായി തിരക്ക് വന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അത് തീർച്ചയായിട്ടും ആ ബില്ല് എൻ്റെ അവകാശമാണ്. ആ ബില്ല് എനിക്കുണ്ടെങ്കിൽ അതിന് വാറണ്ടി ഉള്ളതാണ്. ആ വാറണ്ടി പീരീഡിനുള്ളിൽ ഈ ടയറിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ എനിക്ക് അതിൻ്റെ മാറ്റിയെടുക്കുകയോ കോമ്പൻസേഷൻ വാങ്ങുകയോ ഒക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ബില്ല് വേണം. പക്ഷേ അവരെന്തുകൊണ്ട് ബില്ല് തന്നില്ല? അപ്പോൾ കമ്പ്യൂട്ടർ പ്രശ്നമാണ്. പക്ഷേ കമ്പ്യൂട്ടർ എന്നും പ്രശ്നമായിരിക്കുമോ? ഒരാഴ്ചയും കമ്പ്യൂട്ടർ പ്രശ്നമല്ലല്ലോ. അവർ എനിക്ക് തരണം. ആ 2 സ്റ്റാഫുകളാണ് അത് ഡീൽ ചെയ്തിരുന്നത്. അവർ തന്നില്ല. ഇത് നിങ്ങൾ ഓർക്കുക. ഞാൻ വാങ്ങും, നിങ്ങളും അതുപോലെ ബില്ല് വാങ്ങാൻ മറന്നു പോകരുത്. ഏത് കാര്യത്തിനായാലും നിങ്ങളുടെ അവകാശപ്പെട്ടതാണ് ബില്ല്. ബില്ല് വാങ്ങിയാലേ നമുക്ക് ഈ കൺസ്യൂമർ കോർട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആദ്യത്തെ റൈറ്റ് ബില്ലാണ്. അത് ഏത് പ്രോഡക്റ്റ് വാങ്ങിയാലും നമുക്ക് ബില്ല് അനിവാര്യമാണ്. ബില്ല് കിട്ടിയാലുടനെ പോക്കറ്റ് വെച്ചുകൊണ്ട് വന്നു കളയരുത്. അതിനൊന്ന് നോക്കണം. അതിനകത്ത് നമ്മൾ കൊടുത്ത ക്യാഷൊക്കെ കാണിച്ചിട്ടുണ്ടോ, തീയതി കറക്റ്റാണോ, പ്രോഡക്റ്റ് കറക്റ്റാണോ, ഇത്രയും കാര്യങ്ങൾ കൂടി നോക്കി വെച്ചിട്ടാണ് കൺസ്യൂമർ കോർട്ടിൽ പോകാനുള്ളത്. ഈ ഹരിശ്രീ അശോകൻ ചെയ്തത് നമുക്കും ചെയ്യാം എന്ന് ആവർത്തിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി.